ഹലോ ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പാവയ്ക്ക അച്ചാറാണ്. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 300 ഗ്രാം പാവയ്ക്കയാണ്. പാവയ്ക്ക ചെറുതായി അരിഞ്ഞ് ഉപ്പ് പുരട്ടി വെച്ചിരിക്കുകയാണ്. ഇതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അരിഞ്ഞത്, കറിവേപ്പില, 1 ടേബിൾ സ്പൂൺ കടുക്, 1 കപ്പ് തിളപ്പിച്ചാറിയ വെള്ളം, 1/2 കപ്പ് വിനാഗിരി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1/2 ടീസ്പൂൺ കായപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഈ കടായി ഒന്ന് ചൂടാക്കി എടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കടുക് നന്നായി പൊട്ടി വരുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. അതിനുശേഷം മാറ്റി വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം മാറ്റി വെച്ചിരിക്കുന്ന മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, കായപ്പൊടി, ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ പൊടികളെല്ലാം നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുവേണ്ടി ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം. അതിനുശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന പാവയ്ക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മാറ്റി വെച്ചിരുന്ന തിളപ്പിച്ചാറിയ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞ് എടുത്ത് വെച്ചിരിക്കുന്ന വിനാഗിരി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. പാവയ്ക്കയുടെ കയ്പ്പ് ഒട്ടും വേണ്ടാന്നുണ്ടെങ്കിൽ ഇതിലേക്ക് 1.5 സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമുക്ക് വേവിച്ചെടുക്കാൻ. ഏകദേശം ഒരു 20 മിനിറ്റ് വേണം ഇത് വെന്ത് കിട്ടാൻ. ഇപ്പോൾ നമ്മുടെ പാവയ്ക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ.